ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര രംഗം ശക്തി പ്രാപിച്ച നാളുകളിലായിരുന്നു ഇന്ദിരാഗാന്ധി എന്നറിയപ്പെട്ട ഇന്ദിരാ പ്രിയദർശിനിയുടെ ജനനം. സ്വാതന്ത്ര്യസമര രംഗത്ത് മുൻപന്തിയിലായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെ മകളായി 1917 നവംബർ 19-നാണ് ഇന്ദിരാ പ്രിയദർശിനി ജനിച്ചത്. സ്വാതന്ത്ര്യസമരവുമായി ഇഴുകിച്ചേർന്ന കുടുംബമായതിനാൽ അച്ഛൻ ജവഹർലാൽ നെഹ്റുവിൻ്റെയോ മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവിൻ്റെയോ സാമീപ്യം ബാല്യകാലത്ത് ഇന്ദിര അനുഭവിച്ചിട്ടില്ല. ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊച്ചുമകൾക്ക് നൽകണമെന്നായിരുന്നു മോത്തിലാൽ നെഹ്റുവിൻ്റെ ആഗ്രഹം. അതിനായി ബ്രിട്ടീഷ് നേതൃത്വത്തിൽ നടക്കുന്ന സെന്റ് സിസിലിയ എന്ന സ്കൂളിലാണ് ഇന്ദിരയെ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർത്തത്. എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടെ മക്കൾ ബ്രിട്ടീഷ് രാജിനു കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചേരാൻ പാടില്ല എന്നുള്ള കോൺഗ്രസ് ഭരണഘടനാ നിയമം കാരണം ഇന്ദിരയ്ക്ക് അവിടെ വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചില്ല. നെഹ്റുവിൻ്റെ ഒരേ ഒരു മകളായിരുന്ന ഇന്ദിര 1947 മുതൽ 1964 വരെ അനൗദ്യോഗികമായി പിതാവിൻ്റെ ഉപദേശ സംഘത്തിൻ്റെ മുഖ്യ ചുമതല വഹിച്ചിരുന്നു. ഭരണത്തിൽ അവരുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു. 1959 കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. നെഹ്റുവിൻ്റെ മരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രിയായി ഇന്ദിര ചുമതലയേറ്റു. 1966 ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യയുടെ 5ാമത് പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും ഇവർ സ്ഥാനമേറ്റു. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിൻ്റെയോ കർക്കശമായ പെരുമാറ്റത്തിൻ്റെയോ ഒരു പ്രതീകമായിരുന്നു ഇന്ദിര. 1966 മുതൽ 1977 കാലഘട്ടത്തിലും പിന്നീട് 1980 മുതൽ മരണം വരെയും 4 തവണയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഇവർ തൻ്റെ പിതാവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയാണ്. കിഴക്കൻ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യസമരത്തിനു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ട ഇന്ദിര യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായി. ഇന്ദിരയുടെ ഭരണകാലത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ശക്തിയായി വളർന്നു. ഇന്ത്യ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായി അത്ഭുതപൂർവമായ വളർച്ച കൈവരിക്കുകയുണ്ടായി. 1975 മുതൽ 1977 വരെ ഇന്ത്യയിലെ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഇവരൊരു ഏകാധിപതിയെ പോലെയാണ് പെരുമാറിയതെന്ന് ശത്രുക്കൾ ആരോപിക്കുന്നു. 1000 കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താനായി BBC നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഒന്നാമത് എത്തിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി, മേരി ക്യൂറി, മദർ തെരേസ എന്നിവരെ പിന്തള്ളിയാണ് ഇന്ദിര ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒക്ടോബർ 31, 1984 സഫ്ദർജംഗ് റോഡിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ള ഉദ്യാനത്തിൽ വെച്ച് ഇന്ദിരയ്ക്ക് സത്വാഡ് സിംഗ്, ബിയാദ് സിംഗ് എന്നീ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റു. അഭിമുഖ വളപ്പിലെ അംഗരക്ഷകരെ അഭിവാദനം ചെയ്യാൻ കുനിഞ്ഞ ഇന്ദിരയെ ഓട്ടോമാറ്റിക് യന്ത്രത്തോക്കുകൾ കൊണ്ട് ഇവർ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ഈ ക്രൂരകൃത്യം ചെയ്തതിനു ശേഷം ഇരുവരും തങ്ങളുടെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു. ഇന്ദിരയുടെ മരണത്തെ തുടർന്ന് മൂത്ത മകൻ രാജീവ് പ്രധാനമന്ത്രിയായി. മൃതദേഹം 3 ദിവസത്തെ പൊതുദർശനത്തിനു ശേഷം നവംബർ 3-ന് സംസ്കരിച്ചു. ഇന്ദിരയുടെ സമാധി സ്ഥലം ശക്തിസ്ഥൻ എന്നറിയപ്പെട്ടു.